അവർക്ക് ഉറങ്ങാൻ സ്ഥലം ഉണ്ടാവും. പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജ് പോലത്തെ സ്ഥലങ്ങളിലൊന്നും ഉറങ്ങുന്ന സ്ഥലം കിട്ടൂല. വരാന്തയിലൊന്നും ഉറങ്ങിക്കൂടാ, കൊതുക് കടിച്ചിട്ട് നിന്നൂടാ. എത്ര പ്രയാസപ്പെട്ടിട്ട് സങ്കടത്തിന്റെ ഒരുപാട് കണ്ണുനീരൊലിപ്പിക്കുന്ന എത്രയോ ആളുകൾ അവർക്ക് നോമ്പ് തുറയും. അതേപോലെ തന്നെ അവർക്കുള്ള എല്ലാ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന അതിനാൽ തീവ്രത വെള്ളിയാഴ്ച പിരിവ് അല്ലേ? ഈ പിരിവുകൾ നോക്കി ചില്ലറക്കാര്യമല്ല. മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ മരിച്ചു കഴിഞ്ഞാല് ശരിക്കും കുളിപ്പിക്കുവാനോ അതേപോലെ തന്നെ മയ്യത്തിനെ ഇങ്ങനെ നിസ്കരിക്കുവാനോ എല്ലാത്തിനും നല്ല സൗകര്യ അല്ലേ? മണ്ണടക്കം മയ്യത്ത് ചിലപ്പോ ഇതൊക്കെ ചെയ്തത് എന്താ പറയാ പോസ്റ്റ്മോർട്ടമൊക്കെ ചെയ്തിട്ടുണ്ടാവൂലേ? അങ്ങനെയുള്ള മയ്യത്തുകളൊക്കെ അത് ശരിക്കും ദേഹമൊക്കെ ചെയ്യാനുള്ള മണ്ണടക്കോരിയത്തുണ്ടാവും. എല്ലാ സംവിധാനം അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ നീങ്ങാൻ നമുക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സഹായിക്കാൻ പിന്തുണയ്ക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പം ചിന്തിക്കുക, ചില്ലറക്കാരിയ ഒരു പെണ്ണിനെ അങ്ങ് വായിച്ച് എന്താ അതിലേക്ക് ഒരാൾ പൊലാങ്ങ് കെട്ടിച്ചു കൊടുത്ത് അതിനുവേണ്ടി ഒരാൾ അധ്വാനിച്ച് എല്ലാം ഒരു പാവപ്പെട്ട ഒരു ഉമ്മയുണ്ടായിരുന്നു. ആ ഉമ്മക്ക് ആരുമില്ല. ഓർക്കെന്ത് ചെയ്യുന്നത്? വൈകുന്നേരമാകുമ്പോ ആരും കാണാണ്ട് ഒരു ഭക്ഷണം കൊണ്ടുകൊടുക്കുന്നത്. ഇതെല്ലാം ഒരാൾ ചെയ്യുന്നത്. ഇങ്ങനെ എന്തെങ്കിലും ഒരാൾ ഏർപ്പെട്ടാൽ നിസ്കരിക്കുകയില്ലാലോ എന്ന് ചോദിച്ച് അവന്റെ മുഖത്തേക്ക് നമ്മൾ നോക്കിയിട്ട് നിസ്സാര മനസ്സോടുകൂടെ നമ്മൾ അവരെ പറ്റി ചിന്തിക്കുന്നുവെങ്കിൽ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസിൽ കാണാം അസ്സായി അലൽ അർമിലത്തി വൽ മിസ്കീൻ. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു അസ്സായി അലൽ അർമിലത്തി വൽ മിസ്കീൻ. പാവപ്പെട്ട മനുഷ്യന് വേണ്ടി അധ്വാനിക്കുന്നവർ, വിധവകൾക്ക് വേണ്ടി അധ്വാനിക്കുന്നവർ, അവർക്ക് വേണ്ടി ഭക്ഷണം വെച്ചു കൊടുക്കുന്നവർ, അവർക്ക് വേണ്ടി ഓടി നടക്കുന്നവർ, അവർക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർ അവരാരാണെന്നറിയുമോ? കൽമുജാഹിദ് ഫീ സബീലില്ലാഹ് ത്വഹ മുഹമ്മദ് റസൂലുള്ളാഹി. അവർ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്യുന്നവരെ പോലെയാണ്. അവർ യുദ്ധം ചെയ്യുന്ന യോദ്ധാക്കളെ പോലെയാണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ്. ഇത് റിപ്പോർട്ട് ചെയ്യുന്ന സഹാബി പറയുന്നു, അങ്ങനെയുമല്ല അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്. ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട് എന്നാണ്. വക്കൽ ഖായിമി ലാ യഫ്തുറൂ. എങ്ങനെ? വക്കൽ ഖായിമി ലാ യഫ്തുറൂ. രാത്രി സമയത്ത് മുറിയാതെ നിസ്കരിക്കുന്ന ഒരു ആബിദ്, ആ ആബിദിന്റെ പ്രതിഫലം എത്രയാണോ ആ പ്രതിഫലം ഇവരുണ്ട് എന്ന് മാത്രമല്ല അങ്ങനെ രാത്രി മുഴുവനും നിസ്കരിക്കുന്നവരും പകൽ മുഴുവനും നോമ്പെടുക്കുന്നവരുമായ ആബിദായ മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന്റെ കൂലിയാണ് ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന, ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന, റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾക്ക് അല്ലാഹു കൊടുക്കുന്നത് എന്ന് ആരാ പറയുന്നത്? വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. ഖാല അല്ലാഹു അസ്സ വജൽ. ആരാ പറയുന്നത്? അല്ലാഹു പറയുന്നു. അല്ലാഹുവിന്റെ റസൂല് വമാ യൻതിഖു അനിൽ ഹവാ, എന്തെങ്കിലും ഇവിടെയല്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിക്ക് മെസ്സേജ് കൊടുത്താലല്ലാതെ അല്ലാഹുവിന്റെ റസൂല് ഒന്നും തന്നെ സംസാരിക്കില്ല. ആ റസൂലുള്ളയാണ് പറയുന്നത് കൽ മുജാഹിദി ഫീ സബീലില്ലാഹ് വകസായിമി ലാ യഫ്തുറൂ വകസായിമി ലാ യഫ്തുറൂ വകൽ ഖായിമി ലാ യഫ്തുറൂ. ഈ കൂലി എന്ന ലക്ഷ്യത്തേക്ക് കൂലിയാ. അന്നേരം അവരോട് ചോദിക്കുന്നത് ദിലീപും മറ്റേ നോമ്പ് തുറക്കാൻ വേണ്ടി ഗവൺമെന്റ് ആസ്പത്രി കഞ്ഞി കൊടുക്കുന്നത്, അതല്ലെങ്കിൽ ആരൊക്കെ കൊടുക്കുന്നത്, അതെല്ലാം കൊടുത്തെല്ലാം കൂടി തളർന്ന് ഓനെന്താക്കി 100 പള്ളിയിൽ നിന്ന് 8 മണിക്ക് തുടങ്ങുന്നത് തറാവി നിക്കരിച്ച് ഓൻ പോയി കിടന്നു തുടങ്ങി. ഓനിക്ക് ക്ഷീണമില്ലായി. എല്ലാം ഇനി പള്ളി കണ്ടിട്ടില്ലല്ലോ.
എല്ലാവരും കഴിഞ്ഞാണ് പരിപാടി ഉണ്ടായിരുന്നോ, മറ്റേ ദിക്കറുണ്ടായിരുന്നല്ലോ, അതിനൊന്നും ഞാൻ കണ്ടിട്ടില്ലാലോ. ഓൻ അതിനെക്കാട്ടിലും വലിയ അമലും ചെയ്തിട്ട് ഒരേ കിടന്ന് ഉറങ്ങുകയെ രാത്രി നിക്കരിക്കുന്ന ഇബാദത്തിന്റെ അടിമയുടെ കൂലി കിട്ടുകയും ചെയ്യുന്ന ഭയങ്കര IAS IPS എന്നതിന് പറയാ വലിയ കൂലിയുള്ള ചങ്ങായല്ലേ. ഓനോടാ ചോദിക്കുന്നത്. ഇത്രയും പ്രതിഫലമുള്ള ഒരു സംഗതിയാ, ചില്ലറ സംഗതിയല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്നാമത് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്, ആര് നമ്മളുടെ അടുത്തേക്ക് വന്നാലും നമ്മൾ കഴിവുള്ളവരാണോ എങ്കിൽ നമ്മൾ അവരെ ആട്ടാൻ പാടില്ല എന്ന് മാത്രമല്ല, എനിക്കിതാ ഒരു 50 ബാക്കി കാര്യത്തും വായിക്കോ എന്ന് പറഞ്ഞിട്ട് അതും കൊടുത്ത് വിടാനും പറ്റില്ല. മറിച്ച് കഴിവുണ്ടോ ആര് വന്നിട്ട് അവനോട് പറയുന്നു, എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞാൽ, ഗുളിക വാങ്ങണമെന്ന് പറഞ്ഞാൽ, അതല്ലെങ്കിൽ രോഗാവസ്ഥയെ കുറിച്ച് പറഞ്ഞാൽ, കല്യാണ സംബന്ധമായിട്ട് പറഞ്ഞാൽ അവന് കൊടുക്കൽ നിർബന്ധ ബാധ്യതയാണ്. അത് കഴിഞ്ഞിട്ട് സക്കാത്തൊക്കെ എന്ന് പറയുന്നത് എന്താണ്? സക്കാത്ത് നിങ്ങൾ നോക്കൂ. സക്കാത്ത് കൊല്ലം തികയുമ്പോ, ഉദാഹരണത്തിന് സ്വർണത്തിന്റെ വെള്ളിന്റെ സക്കാത്ത് കൊല്ലം തികയുമ്പല്ലേ അല്ലേ? അതേപോലെ തന്നെ കച്ചവടത്തിന്റെ സക്കാത്ത് ഒരു കൊല്ലം തികയുമ്പല്ലേ? അപ്പൊ ഒരാൾ വന്നിട്ട് സക്കാത്ത് മാത്രം ഇസ്ലാമിലുള്ളൂ നോക്കുക. ഇതുപോലത്തെ ഒരു ചാരിറ്റി പ്രവർത്തനം മറ്റേലുള്ള നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ഇതൊക്കെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊക്കെയുള്ള ഒരു സംവിധാനം ലോകത്തെ വേറെ ഒരു മതത്തിലും നമ്മുടെ പ്രിയപ്പെട്ടവരെ കാണാനേ കഴിയില്ല. പക്ഷേ നമ്മൾ എന്താ ചെയ്യുക? ഇത്തരത്തിലുള്ള കാര്യങ്ങളോടൊന്നും സമൂഹം പുറംതിരിഞ്ഞു നിൽക്കുക. ഇപ്പൊ അലഹംദുലില്ലാ കുറെയെല്ലാം പല വിധത്തിലുള്ള നല്ല നല്ല ചാരിറ്റി പ്രവർത്തനങ്ങള് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു അതെല്ലാം സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു